ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇത് നമ്മുടെ ഫസ്റ്റത്തെ ട്രാവൽ വ്ളോഗും അതുപോലെ തന്നെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. സമയം കണ്ടില്ലേ, ഏകദേശം പുലർച്ചെ ഒരു 3:30 ആയി കേട്ടോ. ഇവരൊക്കെ നമുക്കൊന്ന് എണിപ്പിക്കാം കേട്ടോ. ജിബി എഴുന്നേക്കണില്ലേ? ഇപ്പോൾ ഒരു 1 വീക്കായി ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. പുതച്ച് മൂടി കിടക്കാൻ ബെസ്റ്റ് ക്ലൈമറ്റാണ്. നല്ല തണുപ്പും നല്ല കാറ്റാണ് കേട്ടോ. ഇപ്പം 3:30 അലാറം അടിച്ച് കഴിഞ്ഞപ്പോൾ പോകണോ വേണ്ടയോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ഡ്രസ്സ് മാറി വേഗം പോകാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകണേന്നല്ലേ? നമ്മുടെ ബാംഗ്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള നന്ദി ഹിൽസിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. ഇത്ര നാളായിട്ട് നമ്മൾ ബാംഗ്ലൂർ ഉണ്ടായിട്ട് നമ്മൾ നന്ദി ഹിൽസിൽ പോയിട്ടില്ല. അതിനുള്ള മെയിൻ കാരണം വേറെ ഒന്നല്ല, ഈ ടൈമിംഗ് തന്നെയാണ്. ഇവിടുന്ന് നന്ദി ഹിൽസ് എത്തണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 2 hours എങ്കിലും എടുക്കും. മോസ്റ്റ്ലി ആൾക്കാർ അവിടെ പോകുന്നത് സൺറൈസ് കാണാനാണ്. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വേണം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാനായിട്ട്. അങ്ങനെ ഒരു 4:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ബാംഗ്ലൂരിലെ 4:30-ക്കുള്ള ട്രാഫിക് കേട്ടോ. അപ്പോൾ പീക്ക് ടൈമിലുള്ള ട്രാഫിക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് മടുത്തു പോട്ടോ. കാലത്ത് 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് കുത്തി പൊക്കിയ പോലെ എനിക്കത് പുള്ളിയാണ് കേട്ടോ എൻ്റെ മോള്. പക്ഷേ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഒരുങ്ങി ഡ്രസ്സ് മാറി പുറത്ത് വന്ന് നിൽക്കണതാണ്. ഇവർ രണ്ടുപേരും നല്ല സൂപ്പർ ഡൂപ്പർ ഹാപ്പിയിലായിരിക്കണേ. പക്ഷേ എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത് നോക്കണ്ട കേട്ടോ, നല്ല വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും പണി കിട്ടുന്ന എനിക്ക് ഉറപ്പായിരുന്നു. എപ്പോഴാണെന്നുള്ളൊരു ഡൗട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ നന്ദി ഹിൽസിൻ്റെ റോഡിലേക്ക് കയറിയിട്ടോ. അപ്പോഴേക്കും എൻ്റെ പണി ഞാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് വാളുവെപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായേ. പിന്നെ നമ്മുടെ ട്രിപ്പ് വൈബ് അങ്ങ് സെറ്റായി. ഇത് കണ്ടോ, ഈ നന്ദി ഹിൽസ് എത്തണ വരെ ഇതുപോലെ ഫുൾ മരങ്ങളാണ്. ഈ ചേട്ടനെ കണ്ടോ, ഒറ്റയ്ക്ക് ഈ സമയത്ത് ഈ റൂട്ടിൽ കൂടെ അല്ലേ, ശരിക്കൊരു സംഭവം തന്നെ. ഇവിടെ ചുറ്റും ഒരു ലൈറ്റ് പോലും ഇല്ല കേട്ടോ. ഓൺലി ഈ വെഹിക്കിൾസിൻ്റെ ലൈറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ മുന്നിൽ പോണ കാറൊക്കെ അങ്ങോട്ട് തന്നെയാണ് പോണേന്ന് തോന്നണേ. നന്ദി ഹിൽസ് അങ്ങോട്ട് എത്താറായി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പങ്ങോട്ട് തുടങ്ങി. അങ്ങോട്ട് അടുത്തെത്താറായപ്പോഴാണ് നമുക്ക് മനസ്സിലായേ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടെന്ന്. നമ്മൾ പോകുന്നൊരു വീക്കെൻഡിൽ പോലും അല്ല കേട്ടോ, നമ്മളൊരു ഫ്രൈഡേ ആണ് പോയത്. എന്നിട്ടാണ് ഇത്ര തിരക്ക്. എപ്പോഴോ ഞാൻ പേപ്പറിൽ വായിച്ചായിരുന്നു വീക്കെൻഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു, എത്രയോ കിലോമീറ്റേഴ്സ് ആയിരുന്നു ഇതിൻ്റെ ബ്ലോക്കെന്ന്. വെറുതെ അല്ലോ, ഒരു ഫ്രൈഡേ ഇത്ര തിരക്കാണെങ്കിൽ വീക്കെൻഡിൽ എന്ത് തിരക്കായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പാർക്കിങ്ങിലേക്കുള്ള തിരക്കാണെന്ന്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇറങ്ങി ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു, ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് വന്നേ. ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പാട്ടോ ഇവിടെ. ഞാനൊക്കെ ഷിവർ ചെയ്യായിരുന്നു. ശരിക്കും ജാക്കറ്റൊന്നും ഇല്ലാണ്ട് നമുക്കിവിടെ വരാൻ പോലും പറ്റില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു വാമറും കൂടി നമ്മൾ എന്തായാലും കരുതണം. ഇത് കണ്ടില്ലേ, ഇവിടെ നല്ല തിരക്കുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലെ തിരക്ക് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഗൂഗിൾ പേ ആക്സെപ്റ്റ് ചെയ്യില്ല. വരുമ്പോൾ ഉറപ്പായിട്ടും ക്യാഷ് കരുതണം. നമുക്കിത് നേരത്തെ അറിയണ കാരണം കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ കുറേ പേര് പെട്ടുപോയി കേട്ടോ. കുറച്ച് നേരം ക്യൂവിൽ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയേ. എത്രയാണ് ജിബി ടിക്കറ്റിന്? 20 രൂപ അഡൽട്സിന്, പിന്നെ 4 വീലറിന് 60 rupees. അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി നമ്മൾ നന്ദി ഹിൽസ് കയറാൻ വേണ്ടി പോവാണ്. ഇതേ നോക്കി നമ്മുടെ കാർ പാർക്കിംഗ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നന്ദി ഹിൽസിൻ്റെ എൻട്രൻസ് കാണാം. നമ്മുടെ മുഖമൊക്കെ കണ്ട് ഫുൾ ഹാപ്പിനെസ്സിലാണ്. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് സൺറൈസ് വ്യൂ പോയിൻ്റ് ആണ്. എല്ലാവരും അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. അത്യാവശ്യം ദൂരം നമുക്കിന്ന് നടക്കാനുണ്ട് കേട്ടോ. പിന്നെ പോണ വഴിക്ക് ഫുൾ മരങ്ങളും അതുപോലെ തന്നെ പൂക്കളും പിന്നെ നല്ല തണുപ്പും, നല്ലൊരു അടിപൊളി വൈബാണ്. നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ടത് ഇതുപോലത്തെ പാറകളാണ്. നമ്മൾ എത്താറായെന്ന് തോന്നുന്നത്. എന്തോരം ബെഞ്ചുകളല്ലേ ഇവിടെ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട്. ഫൈനലി നമ്മുടെ വ്യൂ പോയിൻ്റ് എത്തി കേട്ടോ.
നല്ല കോടയും മഞ്ഞുള്ള കാരണം കൊണ്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ല കേട്ടോ. മാക്സിമം ടൈം നന്ദി ഹിൽസിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. സൺറൈസ് കാണാൻ പറ്റിയില്ലെങ്കിലും ഇവിടുത്തെ വൈബ് ഒന്ന് ഡിഫറെൻ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണത്. ഇത് കാണാൻ പറ്റാത്തവർ വീണ്ടും 2-3 പ്രാവശ്യം വന്ന് വിസിറ്റ് ചെയ്ത് കാണുന്നവരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും 2-3 തവണ എന്തായാലും വിസിറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഈ കാലത്ത് 3:30 എഴുന്നേറ്റ് വരാനായിട്ട് എന്നെക്കൊണ്ട് പറ്റൂലേ. ബട്ട് 1 ടൈം വർത്ത് വാച്ചിങ് ആണ്. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജാക്കറ്റൊക്കെ താഴെ വെച്ച് കഴിഞ്ഞാൽ അതെപ്പോൾ പറന്നു പോയി നോക്കിയാൽ മതി, അതുപോലെയുള്ള കാറ്റാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഞാൻ ഈ ജാക്കറ്റ് ഊരിയത്. ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പാണ്. നമുക്ക് ഇവിടെ ഇതൊന്നും ഊരാൻ പറ്റില്ല, അത്രയും തണുപ്പാണ്. നല്ല കോടയാണ് കേട്ടോ ഇവിടെ, പക്ഷെ നമ്മൾ മൂന്നാറൊക്കെ കണ്ട കാരണമാണ് നമുക്കിത് അത്ര വലിയ രസമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ നല്ലതാണ്, മൊത്തത്തിൽ നല്ലതാണ്. നല്ല കാറ്റുണ്ട്, നല്ല മഞ്ഞുണ്ട് കേട്ടോ. തണുപ്പുണ്ട്. അതെ അതെ തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ. ജാക്കറ്റൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇവിടെ വരാനേ പറ്റില്ല, അത്ര കാറ്റാണ്. എവിടെ നോക്കിയാലും മലയാളീസ് തന്നെയാണ്. നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. പാമ്പറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ആ അതെ, കോട ആയതുകൊണ്ട് കേട്ടോ. കോട ആയതുകൊണ്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ല. അതാണ് നമ്മളിവിടെ വന്നത് കറക്റ്റ് ഒരു 6 o'clock 6:30 ആയപ്പോഴാണ് വന്നത്. പക്ഷേ ആ കോടയൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാണ്ടിരുന്നത്. നിറച്ച ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇട്ടോ കണ്ടോ, നിറച്ച ആൾക്കാർ ഇതുപോലെ. ഭയങ്കര കാറ്റാണ്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. കാറ്റും ഭയങ്കര തണുപ്പ്. എന്താ ജിബി നന്ദി ഹിൽസിന്റെ പേര് വരാനുള്ള കാരണം എന്താണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഈ പുരാണത്തിനെ കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ലേ. ലോർഡ് ശിവയുടെ നന്ദി കാരണം കൊണ്ടാണ് ഈ പേരെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നന്ദി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവസാനം ലോർഡ് ശിവയുടെ ട്രാൻസ്പോർട്ട് വണ്ടി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ശരിക്കും കാടും മേടിക്കൊടയാട്ടോ നമ്മൾ പോകുന്നത്. കൊടയുണ്ട്, കാടിച്ചുണ്ട്. എൻ്റെ ദൈവം, കാറ്റോട് കാറ്റാണ്. അവരവിടെ താഴെ പോയി റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റിയ എന്തെങ്കിലും അതേ നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലം. സാൻഡിമോളൊക്കെ ക്ഷീണിച്ച് അവിടെ ഇരിപ്പായ കേട്ടോ. എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറേ മങ്കീസ് ഉണ്ട്. അത് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബാഗൊന്നും എടുക്കാണ്ടിരുന്നത്. അവർക്കറിയാം നമ്മുടെ ബാഗിൽ ചിപ്സും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവരത് ഗ്രാബ് ചെയ്ത് കൊണ്ടുപോകുന്നാണ് പറയുന്നത്. നടന്ന് പോകാൻ പോകണം കേട്ടോ. നമ്മളിപ്പോൾ വന്ന വഴി ഇതേത് അവിടെ നോക്കി, പക്ഷെ അവിടെ എല്ലാം ക്ലോസ് ആയി ഇരിക്കുക. ഇനി നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ട് ഫിനിഷായി. ഇനി നമ്മൾ പോവാണ്. ഇതാണ് നമ്മൾ വന്ന സ്ഥലം. നമ്മൾ വന്ന സ്ഥലം ഇതായിരുന്നു. ഫൈനലി നമ്മൾ നടന്ന് പുറത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ. സാൻഡിക്കുട്ടി ഫ്രണ്ടിലേക്ക് നടക്കുന്നു. ഇവിടെ എന്തോ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എന്തെങ്കിലും കിട്ടുമോ നോക്കാം. വിശന്ന് തുടങ്ങി. ഇരിക്കാലോ. ഇപ്പോഴും കുറേ ആൾക്കാർ ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാൻഡിമോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവളെ സമ്മതിക്കണം. എനിക്ക് ചായ വാങ്ങിച്ചോ ജിബി? എനിക്ക് ചായ വേണ്ടായിരുന്നു. ഞാൻ കഴിക്കില്ല. പിന്നെ നമ്മൾ നല്ല ചൂട് സാൻഡ്വിച്ച് വാങ്ങിച്ചു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു നോർമൽ വെജ് സാൻഡ്വിച്ച് ആയിരുന്നു, പക്ഷെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അങ്ങനെ സാൻഡ്വിച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഹാപ്പി ആയിട്ടോ. പിന്നെ നമ്മൾ പതുക്കെ തിരിച്ച് നടന്നു. സമയം ഏകദേശം ഒരു 9 മണിയായിരുന്നാണ് തോന്നുന്നത്. ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എനർജി കിട്ടി. നമ്മളവിടെ നിന്ന് കുറച്ച് കാഴ്ചയൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. ദേ നമ്മുടെ കാറ്. ആദ്യം എനിക്കിത് മനസ്സിലായില്ല കേട്ടോ. പിന്നെയാണ് എനിക്ക് പിടി കിട്ടിയത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും അലൗഡ് അല്ലേ. അപ്പോൾ അത് ഇവിടെ വെക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ. ഞാൻ ടിക്കറ്റ് എടുക്കണ കാരണം കൗണ്ടർ ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്നത് കണ്ടില്ല. അപ്പോൾ നമുക്ക് നടക്കാനുണ്ട് കുറച്ച് ദൂരം. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. നല്ലതായിരുന്നു. ഈ ക്ലൈമറ്റിൽ ചൂട് സ്വീറ്റ് കോൺ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് തോന്നല്ല. നല്ല വലിയ കോണാണ് കേട്ടോ. നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.